ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ തിരുവചനം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ മഹാദൈവം എനിക്ക് തരുന്ന അനുഗ്രഹീത അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ ദിവസവും കർത്താവിൻ്റെ കരുണയും കൃപയും വചനത്തിലൂടെ മനസ്സിലാക്കാൻ ദൈവം നമുക്ക് അവസരം തരുന്നുണ്ടല്ലോ. ദൈവവചനം കേൾക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിക്കുന്നു എന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ നിശ്ചയമായും സംസാരിക്കാൻ തുടങ്ങുന്ന ദൈവം പ്രവർത്തിപ്പാനും ശക്തനാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലോടെ നിങ്ങൾക്കെല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് എൻ്റെ രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമായിരിക്കുന്ന ദൈവത്തിന് വചനം തന്നും അത് വ്യാഖ്യാനിക്കാനും വിശദീകരിപ്പാനൊക്കെയുള്ള കൃപ തന്ന് 1000-10,000 ആളുകളോട് ചെറുതാണെങ്കിലും ഇങ്ങനൊരു സന്ദേശത്തിലൂടെ നമ്മുടെ രക്ഷകനെക്കുറിച്ചും ആ രക്ഷകൻ്റെ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ചൊക്കെ പറയാൻ ദൈവം തരുന്ന അവസരത്തിന് ദൈവത്തെ ഒത്തിരി ഹൃദയം തുറന്ന് സ്തുതിച്ചുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ദൈവവചനം പറയാൻ ലഭിക്കുന്ന അവസരത്തേക്കാൾ സന്തോഷം മറ്റൊന്നിനുമില്ലാത്തതുകൊണ്ട് ഈ ഒരവസരവും ബഹുസന്തോഷത്തോടെ നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ ആലോചന ദൈവം പറയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ആത്മീക ചിന്തയ്ക്ക് ആധാരമായി 81 സങ്കീർത്തനത്തിൻ്റെ 10-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. 81 സങ്കീർത്തനം 10-ാം വാക്യം. മിസ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഞാൻ ആ ഭാഗമാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാനതിനോട് എടുത്തു പറയാം. നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കും. ഈ 10-ാം വാക്യത്തിനകത്ത് ദൈവം ദൈവത്തെ തന്നെ പരിചയപ്പെടുത്തുന്നത് പോലെ, അഥവാ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിൻ്റെ ദൈവമാകുന്നു എന്ന് പറയുന്നത് ഒരു പരിചയപ്പെടുത്തൽ, ഒരു ഓർമ്മപ്പെടുത്തൽ, ഒരു ഉറപ്പിക്കലാണ്. ദൈവം പറയുന്നു, ഞാൻ നിൻ്റെ ദൈവമാണ്. അടിമത്തത്തിൽ നിന്ന് നിന്നെ വിടുവിച്ച് സ്വാതന്ത്ര്യത്തിലേക്ക്, ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് നിന്നെ കൊണ്ടുവന്ന ദൈവമാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ദൈവം ഒരു കാര്യം പറയുക, നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാനതിനെ നിറയ്ക്കാം. സത്യത്തിൽ ഈ വാക്യം നാളുകളായിട്ട് എന്താ ദൈവം ഈ ഉദ്ദേശിക്കുന്നത്? വായു വിസ്താരത്തിൽ തുറയ്ക്കാൻ, ഞാനതിനെ നിറയ്ക്കാമെന്ന് പറയുന്നത് ആഹാരം കൊടുക്കുന്ന കാര്യമാണോ, വയറ് നിറയ്ക്കുന്ന കാര്യമാണോ? എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ചിന്തിച്ച കാര്യം ഇപ്പോഴും എനിക്കതിൻ്റെ തിട്ടമായ കാര്യം ദൈവം എന്താ ഉദ്ദേശിച്ച്. ഞാനൊരു വാക്യം വായിക്കുമ്പോൾ, ഞാനൊരു വചനം വായിക്കുമ്പോൾ ആദ്യം ആ വചനത്തോട് ചോദിക്കുന്നത്, അഥവാ ദൈവവചനത്തോടോ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുന്നത്, ദൈവം എന്തുദ്ദേശത്തോടുകൂടെയാണ് ഇത് എഴുതിയത്? അതറിയാനുള്ളൊരു ഉത്സാഹം, അതറിയാനുള്ളൊരു ആകാംക്ഷ എൻ്റെ അകത്ത് എന്നുമുണ്ട്. ആ ഒരു അന്വേഷണമാണ് പലപ്പോഴും എന്നെ വലിയ ആഴങ്ങളിലേക്ക് കൊണ്ടിറക്കിയിട്ടുള്ളത്. ഈ വാക്യം ദൈവം എഴുതുമ്പോൾ വാസ്തവത്തിൽ ദൈവം എന്താണാവോ ഉദ്ദേശിച്ചത് എന്ന ക്യൂരിയോസിറ്റിയുള്ള ആ ചിന്ത ഇന്നും എൻ്റെ മനസ്സിനകത്തുണ്ട്. ഇപ്പോഴും ഞാൻ ദൈവത്തോട് ആരാഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങ് എന്താണ് ഉദ്ദേശിക്കുന്നത്? അത് തന്നെയാണ് എൻ്റെ ചോദ്യം. എങ്കിലും ഇന്ന് ഈ വാക്യം ഉച്ചയ്ക്ക് ശേഷം എൻ്റെ മനസ്സിനകത്ത് വന്ന് ദൈവസന്നിധിയിൽ എന്തോ ദൈവത്തിന് പറയാനുണ്ടെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിനകത്ത് വന്നപ്പോൾ മുതൽ ഞാനത് അനുദിന സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടായിരിക്കട്ടെ എന്നുള്ള മനോബോധത്തോടെ ആ വാക്യത്തെ ധ്യാനിച്ച് ചിന്തിച്ച് ചില കാര്യങ്ങൾ, ഞാൻ ആ വാക്യത്തെ വ്യാഖ്യാനിക്കാനൊന്നും പോവുകയല്ല, പക്ഷെ നിങ്ങളോട് പറയാൻ, നമ്മളോട് പറയാൻ ദൈവത്തിന് എന്തോ ഉണ്ടെന്നുള്ള ബോധ്യത്തോടെ അല്പമായ ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ വാചകത്തിനകത്ത് നമ്മുടെ ഒരു റോളും ഉണ്ട്, ദൈവത്തിൻ്റെ ഒരു ഭാഗമുണ്ട്. എന്താ നമ്മുടെ ഭാഗം? ദൈവം നമ്മോട് പറയുന്നു, നിൻ്റെ വായ് തുറക്കാന്നല്ല, വിസ്താരത്തിൽ തുറക്കാം. അത് നാം ചെയ്യേണ്ടതാണ്, ഒരു ആഹ്വാനമാണ്. ദൈവം തമ്പുരാനൊരു കാര്യം പറയുകയാണ്, വാ തുറക്കടാ മോനെ എന്ന് പറഞ്ഞാൽ തുറക്കുക. ശരിക്കും ഡോക്ടറെ മുമ്പിൽ പോയിരിക്കും പറയില്ലേ, ശരിക്കും തുറക്കുക, വാ വിസ്താരത്തിൽ തുറക്കുക പറഞ്ഞാൽ വിസ്താരത്തിൽ തുറക്കുക. ദൈവം പറയുക, നിൻ്റെ വായ് വിസ്താരത്തിൽ തുറക്കുക എന്ന് പറയുമ്പോൾ അതനുസരിക്കാനുള്ള ബാധ്യസ്ഥത നമുക്കുണ്ട്. വായു വിസ്താരത്തിൽ തുറക്കുക. അങ്ങനെ നിൻ്റെ വായു വിസ്താരത്തിൽ തുറന്നാൽ ഞാൻ അതിനെ നിറയ്ക്കാം എന്നാണ് ദൈവം പറയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഞാനിങ്ങനെ അഗാധമായിട്ട് ചിന്തിക്കുമായിരുന്നു.
വായ് ഇതൊരു ആലങ്കാരികമായിരിക്കാം ദൈവം ഉദ്ദേശിക്കുന്നത്. വായ് വിസ്താരത്തിൽ തുറക്കുക എന്നതിനേക്കാൾ കുറച്ചുകൂടെ നമ്മുടെ ഭാഗത്ത് നിന്നൊരു തുറക്കലുണ്ടായാൽ അത് ആരാണ്ടും പേടിച്ചും നാണിച്ചും ഒളിച്ചും പാത്തും ഒക്കെ ഇച്ചിരി വാതിൽപ്പാളിക്കിടയിലൂടെ ഒളികണ്ണിട്ട് നോക്കുന്നത് പോലെ ഒരു ചമ്മലോടെ പേടിയോടെ അല്ല, തുറക്കുവാണെങ്കിൽ അങ്ങ് വിസ്താരത്തിൽ തുറക്കാൻ. അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്താണെങ്കിലും ഞാൻ പറയാം, വായ വിസ്താരത്തിൽ തുറക്കാൻ ഞാനതിനെ നിറയ്ക്കാമെന്നാണ് വാക്യമെങ്കിലും ആരെങ്കിലും മനസ്സോടെ തുറക്കാൻ, വിസ്താരത്തിൽ തുറക്കാൻ, അത് ഹൃദയമായിക്കോട്ടെ മനസ്സായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിൽ ദൈവത്തിന് സ്വാതന്ത്ര്യമായിക്കോട്ടെ, നിങ്ങളുടെ ഉപജീവന മാർഗത്തിൻ്റെ വാതായനങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, ദൈവം പറഞ്ഞിട്ട് ദൈവത്തിന് വേണ്ടി എന്നവണ്ണം തുറക്കാൻ ആര് തയ്യാറായിട്ടുണ്ടോ അതൊക്കെ ദൈവം നിറച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വേദപുസ്തകത്തിൽ ഒത്തിരി കാര്യങ്ങളിലൂടെ എൻ്റെ മനസ്സ് കയറി ഇറങ്ങി. ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം, ദൈവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതി ശൂന്യമാക്കുക, ഊതിപ്പറപ്പിച്ച് കളയുക, ഉള്ളതോടെ കുലുക്കി ചാടിച്ച് കളയുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്ലാൻ, പദ്ധതി നിറയ്ക്കുക എന്നുള്ളതാണ്. എന്തോരം കാര്യങ്ങളാണ് ദൈവം നിറയ്ക്കുക എന്നതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. നമ്മെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുക, നമ്മുടെ ജീവിതത്തിൽ സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിറയ്ക്കുന്നതിനെക്കുറിച്ച് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അത് തന്നെ വലിയൊരു പ്രസംഗ വിഷയമാണ്, ഞാനതിലേക്ക് തൊടാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ പൊതുവായ സ്വഭാവം, ആരെങ്കിലും ഒരാളെ കിട്ടിയാൽ, എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിനെ നിറയ്ക്കുന്നവനാണ് ദൈവം. ദൈവം ഒന്നും ശൂന്യമായിട്ടിട്ടില്ല. സമാഗമന കൂടാരം എന്നൊരു കൂടാരം പണിയാൻ വേണ്ടി ദൈവം ആവശ്യപ്പെട്ടപ്പോൾ അതെല്ലാം ചുമ്മാ ലയം പോലെ പണിതിടുകയല്ലായിരുന്നു, അതിനകത്തെല്ലാം നിറച്ചു ഓരോരോ കാര്യങ്ങൾ. ദൈവത്തിൻ്റെ പെട്ടകത്തെ ദൈവമായ കർത്താവ് നിറച്ചു. മണ്ണയിട്ട് വയ്ക്കുന്ന പാത്രവും അഹരോൻ്റെ തളർത്ത വടിയും കൽപ്പലയൊക്കെ വെച്ച് നിറച്ചു. അങ്ങനെ ഓരോന്നും നമ്മെ ദൈവത്തിൻ്റെ കയ്യിൽ കിട്ടിയാൽ വെറും പൊള്ളയായി കൊണ്ട് നടക്കില്ല. കർത്താവ് ഒത്തിരി കാര്യങ്ങൾ, ഈ ലോകം നമ്മുടെ ഉള്ളിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ തൂത്തുവാരി കളഞ്ഞിട്ട് ദൈവം ചില കാര്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവനാണ് ദൈവം. പ്രിയപ്പെട്ടവരെ, ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാന കാര്യം പറയാം. നാം എത്രത്തോളം തുറന്നു കൊടുക്കുന്നോ അത്രയ്ക്ക് ദൈവം നിറച്ചിരിക്കും, അത്രയ്ക്ക് നിറച്ചിരിക്കും. ഞാനത് അനുഭവിക്കുന്ന ആളാണ്. ഞങ്ങളുടെ ചർച്ച് ഹോള് പണ്ട് റെൻറ്റഡ് ഒരു കൊച്ചു ഹോളായിരുന്നു. അത്രയും മാത്രം തുറന്നിട്ടപ്പോൾ ദൈവം അത് നിറച്ചു. അത് കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ 3 ഇരട്ടിയോടത്തോളം വലിപ്പമുള്ള മറ്റൊരു ഹോള് ഞങ്ങൾ റെൻറ്റിനെടുത്തു. അത് തുറന്നിട്ടപ്പോൾ അതും നിറച്ചു. അത് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി വാങ്ങിച്ചു, വലിയ നീളത്തിൽ, അന്നുള്ള കാശ് കൊണ്ട് ടെൻ്റായിട്ടുണ്ടാക്കി. അത് ദൈവം നിറച്ചു. ഇപ്പോൾ ഇനി അതും വലുതാക്കേണ്ട സ്ഥിതി വന്നിരിക്കുക. ഞാനതിൽ നിന്നൊരു പാഠം പഠിച്ചത് പറയാം. നേരെ ചൊവ്വേ ദൈവത്തിൻ്റെ കൂടെ നിന്ന് നമ്മൾ എത്രത്തോളം, അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുന്ന വായ തുറക്കാനല്ല, വിസ്താരത്തിൽ എത്ര വിശാലതയോടെ തുറന്നിടുന്നോ അത്രയും ദൈവം നിറയ്ക്കുന്നവനാണ്. പത്രോസിൻ്റെ പടകിലേക്ക് കർത്താവ് കയറി. ഞാൻ ഇന്നത്തെ സംഭാഷണ രീതി പറയാം. പടകിന് വാതിലൊന്നും ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. പടകിൻ്റെ വാതിലുകൾ പത്രോസ് യേശുവിന് വേണ്ടി തുറന്നു, മലർക്ക തുറന്നു. യേശു വെറുതെ ഇറങ്ങിപ്പോകുന്നില്ല, അത് നിറച്ചിട്ടാണ് ഇറങ്ങിപ്പോകുന്നത്. യെരൂശലേമിലെ മാളിക മുറി എൻ്റെ കർത്താവിന് വേണ്ടി യഹൂദന്മാർ പൊതുവിൽ യേശുവിനെ തിരസ്കരിക്കുന്ന കൂട്ടരാണ്, പ്രത്യേകിച്ച് യെരൂശലേമിലെ യഹൂദന്മാർ. എന്നിട്ടും അരിമനാഥനും ശിഷ്യന്മാർക്കും പെസഹ ആചരിക്കാൻ വേണ്ടി ആ മാളിക മുറി തുറന്നു കൊടുത്തു. യേശു ക്രിസ്തു ആ മാളിക മുറിയെ നിറച്ചില്ലേ? എന്താ തുറന്നു കൊടുത്തതിനെ എന്തിനാ നിറയ്ക്കാത്തേ? ഞാൻ നിങ്ങളോട് പറയാം, മനസ്സ് തുറന്നു കൊടുത്താൽ ശരിക്കും ഇടുങ്ങിയ ഹൃദയത്തോടെ ജീവിക്കരുത്. വല്ലവൻ്റെയും കുറ്റവും കുറവും എല്ലാം മനസ്സിൽ വെച്ച് ആരാണ്ടരെ എന്തെങ്കിലും കാണുമ്പോൾ ഒരു വൃണത ഹൃദയരായി ചുമ്മാ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് മുഴുവൻ ചപ്പും കാടും നിറച്ചു വയ്ക്കുന്ന പോലെ നിറച്ചു വയ്ക്കരുത്. തൂത്തുവാരിയിട്ട് തുറന്നു കൊടുക്കുക. യേശുക്രിസ്തു വൻപൻ കാര്യങ്ങൾ കൊണ്ട് നിറച്ചു തരും. നിങ്ങളുടെ ഭവനമാകട്ടെ, നിങ്ങളുടെ മനസ്സാകട്ടെ, ഹൃദയമാകട്ടെ, എന്തുമാകട്ടെ.
പേഴ്സും പത്തായവും മാത്രം നിറയ്ക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ട് നിറയാനുണ്ട്. ദൈവത്തിൻ്റെ സ്വഭാവം, നീ വിസ്താരത്തിൽ തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ എത്രത്തോളം തുറന്നിടുവോ അത്രയും നിറയ്ക്കുന്നവനാ ദൈവം. നിങ്ങൾ തുറന്നിട്ടത് 10 അടി നീളം 10 അടി വീതിയുള്ളൊരു സൗകര്യമാണെങ്കിൽ അത്രയും നിറയ്ക്കും. നിങ്ങൾ തുറന്നിട്ടത് 100 അടി നീളവും 100 അടി വീതിയുള്ളതാണെങ്കിൽ അത് നിറയ്ക്കും. ഏതൊക്കെയാലും ഈ വാക്യത്തിനകത്ത് ചുരുക്കി എന്നെഴുതിയിട്ടില്ല, വിസ്താരത്തിൽ എന്നെഴുതിയിരിക്കുന്നത്. ദൈവം പറയുന്നു, എത്രത്തോളം വിശാല ഹൃദയത്തോടെ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തുറന്നങ്ങട് കർത്താവിന് വേണ്ടി. കർത്താവ് തൂത്തുവാരി ആറ്റിലൊഴുക്കില്ല, നിറയ്ക്കുന്നവനാണ്. ഞാനിങ്ങനെ പറഞ്ഞു നിർത്താം. തുറക്കാൻ മനസ്സുണ്ടെങ്കിൽ നിറയ്ക്കാൻ കർത്താവിന് സമ്മതമാണ്. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചിന്തിച്ചു. നിങ്ങൾക്കിനിയും തുറക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ മുമ്പിൽ തുറക്ക്, ബാക്കി കർത്താവ് നിറയ്ക്കും. ഞാനിപ്പോൾ പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ തുറന്നിടുന്നത് ദൈവം നിറച്ചു തരുമെന്ന് കണ്ടു. ആത്മീകമായ ഭാഷയിൽ ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഇത് കേൾക്കുന്ന എല്ലാവർക്കും ഒരു ശൂന്യത വരാതെ ഒരു നിറവ് കൊടുക്കണേ അപ്പാ. അതിന് ഞങ്ങളോട് ആവശ്യപ്പെടുന്നത്, ആരെയും പേടിക്കാതെ നിൻ്റെ വായങ്ങ് തുറക്കാൻ, നിൻ്റെ മുമ്പിലെ അടഞ്ഞ വാതിലുകൾ തുറന്നിട്ട് കൊടുത്താൽ നിറയ്ക്കുന്നവനാ ദൈവമെന്ന്. കർത്താവിന് ചെയ്യാൻ പോകുന്നതിന് സ്തോത്രം ചെയ്യുന്നു. മഹത്വവും മാനമൊക്കെ കർത്താവിന് അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ.